ലക്ഷ്മി ജയനാണ് നമുക്കിപ്പോൾ. ഹായ് ലക്ഷ്മി. ഹായ്. എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ? ഉവ്വ്. കണ്ടപ്പോൾ തീർന്നില്ലേ? ഇല്ല, എൻ്റെ ഫേവറേറ്റ് ആങ്കറാണ്. ആ, പക്ഷേ കണ്ടപ്പോൾ സ്വഭാവം, ശരിക്കുള്ള സ്വഭാവം മനസ്സിലായില്ലേ? ഇല്ല, എല്ലാം ഒരേപോലെ തന്നെ. പക്ഷേ ക്യാമറയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ലല്ലോ. ക്യാമറയിൽ നമുക്ക് കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ട് തോന്നും, പക്ഷെ നേരെ കണ്ടപ്പോൾ ആള് ഭയങ്കര ടോക്റ്റീവ് ആണ്. ഡിഫറൻസ് ഉണ്ട്. എന്നോട് പറഞ്ഞാന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള എല്ലാം പോയെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഇല്ല, നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ ക്യാരക്ടർ. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് നേച്ചേർഡ് ആയിട്ട് ഇങ്ങനെ എനിക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ടോക്റ്റീവാ, ഇങ്ങനെ കണ്ടിന്യൂസ് എന്റെ വായ അടഞ്ഞു പോയി കുറച്ചു നേരത്തേക്ക് സംസാരിച്ചപ്പോ. അപ്പൊ നമ്മളോട് പ്രതീക്ഷിക്കില്ല, അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് പ്രതീക്ഷിക്കില്ല. മാഷിനോട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാരഗ്രാഫ് സംസാരിച്ചപ്പോഴേക്കും പിന്നെ കഴിഞ്ഞു, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അന്തമാതിരി ആളല്ല ലക്ഷ്മി. പക്ഷെ എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ലക്ഷ്മി എന്റെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കില്ല കേട്ടോ. ഇല്ല, അങ്ങനെ ഇരുന്നതല്ല. അപ്പൊ നമ്മളെ പെട്ടെന്ന് ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരാളുണ്ട്, അപ്പൊ നമ്മൾ ഇത്ര നാൾ സംസാരിക്കും. ആ വിഗ്രഹം ഉടഞ്ഞു ഒടയല്ല, അത് ഒന്നുകൂടെ കുറച്ചുകൂടെ എന്റെ ചളി കേട്ടിട്ട് അല്ല, അത് കുറച്ചുകൂടെ പവർഫുൾ ആണ്. വെച്ചാല് നമ്മള് വിചാരിച്ച ഒരാളല്ല, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ഇതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അപ്പൊ നമ്മള് ഇങ്ങനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ നേരിട്ട് മുമ്പ് കണ്ടിട്ടില്ലേ, അപ്പൊ ഇല്ലേ, അപ്പൊ നമ്മളെങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ, ഇപ്പൊ നമ്മള് കാണാണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാവും, നമ്മളായിട്ട് ഇതാക്കി വെക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ ബ്രെയിനിൽ ആ ഒരു നമ്മൾ കോഡ് ചെയ്തേക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, നമ്മൾ ഈ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിക്കുമ്പോൾ അവര് നമുക്കൊരു ഇത് തരും, അതായിരുന്നു. പക്ഷെ ഞാൻ വന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ആൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ടോക്കറ്റീവായിട്ട് ഭയങ്കര എന്താ പറയുക ചിയർഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു കലപില കൂട്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനിപ്പോൾ കണ്ടത്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ട ആൾ ഭയങ്കര പക്വതയുള്ള മെച്ചോർഡുള്ള ആ ഒരു പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ അങ്ങനെ കെയർ ചെയ്യില്ല എന്നുള്ളതാണ് ബ്രെയിനിലേക്ക്. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് ടൈം എടുത്തന്നൊരു. ലക്ഷ്മി എന്നെ കണ്ട് ധന്യാവാൻ വന്നതാ, പക്ഷെ ഇവിടെ മൂകയായി പോയി. ചില സമയം അങ്ങനെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സംഭവിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്കുണ്ടായ ജീവിതത്തിലുണ്ടായിരുന്ന ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ നിങ്ങൾ ശരിക്കും ഓവർകം ചെയ്ത രീതിയാണ് ലക്ഷ്മിയെ പ്രസക്തയാക്കുന്നത്. ശരിക്കും ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദന തിന്ന് വേദന എന്ന് പറയുന്ന ഒരു സംഗതി അനുഭവിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്ന് മുതലായി ഇത് പുറത്ത് പറയണമെന്ന് തോന്നി തുടങ്ങിയത്? 2019 ആണ് ഞാൻ ബാംഗ്ലൂരുള്ളപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ ആ സമയം എല്ലാവരെയും പോലെ തന്നെ ആ സമയം ഇങ്ങനെ ഓവർകം ചെയ്ത് വരാനായിട്ട് ഒത്തിരി പാടുപെട്ടു. കാരണം ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരികയാണല്ലോ നമുക്ക്. അപ്പോൾ ഞാനത് ഒരുപാട് പെയിനും എല്ലാം കൂടെ നമുക്ക് എന്താ ചുറ്റിനും നടക്കണേന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് കയറി വരാനായിട്ട് കുറച്ച് ഇത് പാടുപെട്ടു. അതിനുശേഷം കാരണം എന്റെ ചില അശ്രദ്ധകളായിരുന്നു എന്നെ അവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ അശ്രദ്ധയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടെത്തിച്ചു. പക്ഷെ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില ഭയങ്കര ഒരുപാട്, അതായത് എനിക്ക് ഒട്ടും ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇതിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ശരിക്കും നടന്നല്ല, നീന്തി കയറി വന്നത് തന്നെയാണ്. അത്രയും ഇതായിട്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ഓവർകം ചെയ്ത് വരുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്ന് കൊടുത്തിട്ടാണ് മറ്റൊന്ന് നേടിയിരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഉണ്ടാവരുതെന്ന് തോന്നി. ജോലിക്ക് പോകാൻ പറ്റാതിരുന്ന സമയത്താണ് ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ നന്ദൂട്ടനെ പരിചയപ്പെടുന്നത്. നന്ദു മഹാദേവ് എന്നെ ഒരു ദിവസം വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ആ നന്ദൂട്ടനിൽ കൂടെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു പുറം ലോകത്തേക്ക് വന്നു തുടങ്ങിയത്. അതിന് മുമ്പ് വരെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരാളോടും സംസാരിക്കാണ്ട് റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പോൾ ജോലിക്ക് പോവച്ചാലും അവിടെയാണെങ്കിൽ എനിക്കധികം ഫ്രണ്ട്സ് സർക്കിൾസ് ഇല്ല. ജോലിക്ക് പോകും, വീട്, അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. സോഷ്യൽ മീഡിയ ഒന്നും എനിക്ക് ഇല്ലായിരുന്നു തീർത്തും. ഇത് വന്നതിന് ശേഷമാണ് നമുക്കൊന്നും ചെയ്യാതില്ലാതിരുന്നപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും നന്ദൂട്ടനെ പരിചയപ്പെടുന്നതും അങ്ങനെ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഇതാവുന്നതും. പിന്നെ ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തീർത്ത്. അപ്പം നമുക്ക് എൻ്റെ ഈ ഒരു അശ്രദ്ധ കാരണം ഞാൻ കൊടുക്കേണ്ടി വന്നത് വലിയൊരു എന്താ പറയാ, എനിക്ക് എൻ്റെ നഷ്ടങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അത് മറ്റൊരാൾക്ക് എന്താന്ന് പറയൂ, ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ വൈകിയതാണോ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയില്ല. എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ ഞാനവിടെ നമ്മൾ താമസിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്, നാഗൻഹള എയർപോർട്ടിന്റെ അടുത്ത്. അപ്പം അവിടുന്ന് ഒരു വർഷം ബാംഗ്ലൂർ റോഡിലേക്ക് വരാനായിട്ട് കുറച്ച് ട്രാവൽ ആണ്, ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കടയ്ക്ക് എന്തോ വരുന്ന സമയത്ത് ഇങ്ങനെ അവരെന്തോ വേണ്ടി പൈപ്പിനോ വേണ്ടി മറ്റും എടുത്തിരുന്നു, അങ്ങനെ വീണ് പോവുകയുണ്ടായത്. അപ്പോൾ ആ ഭാഗത്ത് കൂടെ ആരും വരാത്തത് കൊണ്ട് തന്നെ ഒരു 1-2 മണിക്കൂർ ഞാൻ അതിനകത്ത് തന്നെ ആയിപ്പോയി.
പിന്നെ ആരോ എൻ്റെ വണ്ടി കണ്ട് അങ്ങനെ വലിച്ചെടുത്തപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മണിക്കൂർ കുറച്ച് കഴിഞ്ഞു. പക്ഷെ അപ്പം ഇങ്ങനെ സൈഡ് അടിച്ച് കൊണ്ടിട്ട് ചെറിയ സെൽസ് ഇതായി പോയിട്ടുണ്ടാവും. ആ ഭാഗത്താണ് എനിക്ക് അങ്ങനെ ഒരു ലംബ് പോലെ ഇത് വന്നത്. അപ്പൊ നമ്മള് ഒരിക്കലും ഇങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കില്ലല്ലോ. കാരണം എൻ്റെ അറിവിലൊക്കെ ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ ആയിരുന്നു, കഥകളി സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ വിചാരം എങ്ങനെയല്ല, നമ്മളെ റുട്ടീൻ നല്ലതാണ്, ഹെൽത്തി റുട്ടീനാണെന്ന് വെച്ചാൽ ക്യാൻസർ അതുപോലെ എനിക്ക് ഹെറിഡിറ്ററി എൻ്റെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. അപ്പോൾ ക്യാൻസർ ഒന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത് ഇങ്ങനെ ജസ്റ്റ് പെയിൻ വരും, നമ്മൾ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇത് ലംബ് ഇങ്ങനെ കുറച്ചിങ്ങനെ വലുതാവുന്ന ഒരു ഇതുണ്ട്. അപ്പം ഞാൻ കാണിച്ചത് എനിക്ക് പറ്റിയ അബദ്ധം അവിടെയാണ്. ഒരു ലംബോ ഒരു ഇതോ ഉണ്ടെങ്കിൽ നമ്മളൊരു ഓൺകോളജിസ്റ്റിനെ കാണിക്കണം എന്ന അറിവ് എനിക്ക് അപ്പം ഇല്ല. അല്ല ആരും എനിക്ക് പറഞ്ഞു തന്നില്ല, അല്ല ഞാൻ അതിനെക്കുറിച്ച് ബോധവടല്ലായിരുന്നു. കാരണം അത് ജസ്റ്റ് ഒരു ഇത് തന്നെയായിപ്പോയി. അപ്പോൾ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചത്. ഞാനൊരു കീപ്പ് ഓൺ ഒരു 8 months പറഞ്ഞ പോലെ ഇത് ഇടയ്ക്ക് ഡോക്ടർ പറയും, അതേപോലെ ചെക്കപ്പ് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചാൽ ഫൈബ്രോഡിനോമ എന്നാണ്. ഫൈബ്രോഡിനോമ നോൺ ക്യാൻസറസ് ട്യൂമേഴ്സ്. എല്ലാവരും പോലെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും, പേടിക്കാനൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടറോട് ഞാനിങ്ങനെ ചോദിച്ചു, ഡോക്ടർ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും നമുക്കിങ്ങനെ എന്താ പറയുക, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി എടുത്ത് കളഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, അപകടകാരി അല്ല എന്ന വിശ്വാസത്തിൽ ഒരു 8 മാസം പോവാണ് ഉണ്ടായത്. ആ ഒരു 8 മാസമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. അതിന് മുമ്പ് ഞാനൊരു പക്ഷെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓർഗാൻ മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ സേഫ് ആവും. പക്ഷേ ഇത് ഓൾറെഡി എൻ്റെ ലിംഫ് നോട്ട്സ് കയറി. ഞാൻ അവിടെ ശ്രീശങ്കര ക്യാൻസറിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എന്താ പറയുക എൻ്റെ കയ്യിലോട്ടൊക്കെ കയറി. ഈ കൈ ശരിക്കും പറഞ്ഞ ഒരു ഫിംഗർ റിങ് പോലും ഇടാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഒരു 23 ലിംഫ് നോട്ട്സ് എടുത്ത് കളഞ്ഞതിൽ 17 പോസിറ്റീവായിരുന്നു കയ്യിൽ നിന്ന്. അപ്പോൾ ബാക്കിയുള്ള ലിംഫ് നോട്ട്സ് ആണ് അവിടെ. അപ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ തലയിറങ്ങി വീണു. കൊളീഗ്സ് എല്ലാവരും കൂടെ എടുത്തിട്ട് പോയി. അന്നത്തെ റിപ്പോർട്ടിലും ഈ പറഞ്ഞ പോലെ ഫൈബ്രോഡിനോമയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ട്രസ്റ്റിയുണ്ട് ഡോക്ടർ സുജിത് വാര്യർ, നമ്മുടെ മഞ്ജു വാര്യരുടെ കസിനാണ്. പുള്ളി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി അവിടെയായിരുന്നു ആ സമയത്ത്, ബാംഗ്ലൂരായിരുന്നു. ഇപ്പം അദ്ദേഹം ഫാക്ടറിയിലാണ് കോട്ടയ്ക്കൽ. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് തലവേദന ഇത് വരും. അതും ഞാൻ വിചാരിച്ചു മൈഗ്രെയിൻ ആയിരിക്കും, ഈ സ്കൂളിൽ കിടന്ന് കുട്ടികളായിട്ട് ഇങ്ങനെ ഇതാക്കണേൻ്റെ ആയിരിക്കും, ടെൻഷൻ്റെ ആയിരിക്കും, മൈഗ്രെയിൻ ആയിരിക്കും. ഞാൻ ഹൈ ഡോസ് പെയിൻ കില്ലറും ഈ സ്ലീപ്പിംഗ് പിൽസൊക്കെ എടുത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ സമയത്ത് ഡോക്ടറിനെ ഒന്ന് ഇടയ്ക്ക് പോയിട്ട്, നമുക്ക് ഈ മലയാളം സംസാരിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ പോണ JP നഗർ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഡോക്ടറെ കാണും, സംസാരിക്കും. അങ്ങനെ ഇതേപോലെ ഒരു കാഷ്വൽ ടോക്ക്. അപ്പം നമ്മൾ ഡോക്ടർ ഇങ്ങനെയാണ്, ഇതായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്ത് റിപ്പോർട്ടൊന്ന് നോക്കട്ടെ പറഞ്ഞു. ജസ്റ്റ് ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് അത് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം ആ ഒരു മെഷർമെൻറ്റ് അത് നോക്കിയിട്ട്. അപ്പോൾ പുള്ളി ആദ്യം എന്നോട് ചോദിച്ചത് നീ എങ്ങനെയാണ് വന്നതെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്താൽ വന്നേന്ന്. ഇരിക്കുക ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉഴപ്പി. കാരണം നമ്മളതൊന്നും, എനിക്കിത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചിന്ത മൊത്തം അവിടെയാണല്ലോ. അപ്പം ഞാൻ പറയില്ല ഡോക്ടർ ഞാൻ പോയിട്ട് വരില്ല, നീ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു മെഷർമെൻ്റ് അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം എടുത്ത ഒരു റിപ്പോർട്ടും നമ്മുടെ കയ്യിൽ ഫയൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആദ്യം എടുത്ത ഒരു റിപ്പോർട്ടും ഈ തൊട്ട് തലേദിവസം എടുത്ത റിപ്പോർട്ടും അത് നോക്കിയപ്പോൾ ആ ഒരു ഗ്രോത്തും ഡയമെൻഷൻസും ഒക്കെ കൂടെ നോക്കിയപ്പോൾ പുള്ളിക്ക് ആദ്യം അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് ഇന്നെങ്കിൽ ഇന്ന് തന്നെ അത് സർജറി ചെയ്ത് കളയണം, ആ ഒരു കണ്ടീഷനാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഉഴപ്പി. സർജറിയൊക്കെ എനിക്ക് പേടി. ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, അവർ ഇങ്ങനെ കീപ്പ് ഓൺ ട്രാവലിംഗ് ആയിരിക്കും, അവർ IT ഫീൽഡാണ്. അപ്പോൾ ഞാനും കുട്ടികളും വീട്ടിൽ ഇതാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ആരും ഇല്ല, ഒറ്റയ്ക്ക് അവർക്ക് സ്കൂളിൽ പോകണം, ഞാനും വർക്ക് ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ലേഡി ഡോക്ടറെ കിട്ടുക വെച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അപ്പോഴും ഉഴപ്പാൻ നോക്കി. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 5-5:30 സമയമായി. എന്നിട്ട് ഡോക്ടർ സ്വന്തം റിസ്കിൽ എവിടെന്നോ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ലേഡി ഡോക്ടറിനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് പുള്ളിക്കാരത്തി വന്നു. പുള്ളിക്കാരത്തി നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞൊരു ബയോപ്സി എടുക്കണം ലക്ഷ്മി, നമുക്ക് നോക്കാം, പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ എടുക്കാം, ഇത് അത്ര കാര്യമായിട്ട്. കാരണം എനിക്ക് അങ്ങനെ ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു ഇതാണല്ലോ, ആ ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തതും ഇല്ല. തലവേദനയുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, പക്ഷെ അങ്ങനെ വേറെ ഇതായിട്ടൊന്നും എനിക്ക് തോന്നണമില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് എടുക്കാതെ പറഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ സമ്മതിച്ചില്ല, ഇല്ല എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ വിളിച്ച്, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, അവരെന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്ത് 2 സൈറ്റിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അവരിങ്ങനെ പറഞ്ഞു ലക്ഷ്മി കുറച്ച് സസ്പീഷ്യസ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 6 സൈറ്റിൽ നിന്ന് എടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ലൈക്ക് അവർ സസ്പീഷ്യസ് സെൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 25% ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ അവർക്ക് തോന്നിയതായിരിക്കും, അവർ വെറുതെ എടുത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ റിസൾട്ട് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടി
ഞാൻ വാങ്ങാം. അപ്പം ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ഇതാക്കുന്ന ഒരു കൂട്ടത്തില്ല. ഒരാൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ്, മാഷിനറിയാലോ, മാഷിനടക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് കീപ്പ് ചെയ്യുന്ന കൂട്ടത്തില്ല ഞാൻ. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ റിപ്പോർട്ട് എന്തിയാ ചോദിച്ചത്, ആള് പെട്ടെന്ന് അകത്തേക്ക് പോയി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഇതാണെന്ന്. അപ്പോഴതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, മാലിഗ്നൻസി പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഒരു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ഒരു വിദൂരമായ ഒരു ഇതാണ്, ഒന്നും വരികയില്ല നമുക്കോ എന്നുള്ള ചിന്തയാണ്. അത് ഞാൻ ഓവർ കോൺഫിഡൻസ് എനിക്ക് കുറച്ചധികമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഞാൻ തന്നെ എന്നെ തന്നെ നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നപ്പോൾ എൻ്റെ സ്കൂളിലെ ഹെഡിന്, പുള്ളിക്കാരൻ്റെ വൈഫിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ലക്ഷ്മി വെച്ചോണ്ടിരിക്കണ്ട പറഞ്ഞിട്ട് സാറാണ് ഈ പറഞ്ഞ പോലെ ശ്രീശങ്കരയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളതാണ് ആ ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങൾ, പനി, അങ്ങനത്തെ ഇതൊക്കെ കുറേ ഇങ്ങനെ സേവ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അവർ തരുന്നൊരു കെയർ, ഇപ്പോൾ നമ്മൾ പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് നമ്മുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവണമെന്നില്ല. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോട് മറ്റൊരു ഇപ്പോൾ ഈവൻ ഒരു ബ്ലഡ് എടുക്കുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ മറ്റൊരു നോർമൽ പേഴ്സൺ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ക്യാൻസർ പേഷ്യൻ്റ് എടുക്കുമ്പോൾ. ഇങ്ങനെ അവിടെ പോയി അവിടെ ഞാൻ കാണുന്നത് ഒരു നമുക്കിങ്ങനെ ലാംഗ്വേജ് വൈസാണ് ഡോക്ടേഴ്സിനെ തന്നെ. അപ്പം ഞാൻ കണ്ടത് ഒരു ശ്രീറാം പറഞ്ഞിട്ട് ഒരു മലയാളി ഡോക്ടർ ആയിരുന്നു. അപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു ലക്ഷ്മി 90% കൺഫേം ആണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11:30 ആ സമയത്താണ് ഞാൻ പോയിട്ട് അഡ്മിറ്റ് ആവണത്. അപ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക, ഈ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് വേണ്ടി മാത്രം തുറന്നിരിക്കുക അറിയില്ല വെച്ചാൽ എല്ലാവരും പോയി, അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, എല്ലാവരും പോയി. പക്ഷേ ഈ റിസപ്ഷനിൽ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആവും എന്നുള്ളതിൽ ഇങ്ങനെ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതും ഒരു രാത്രി സമയം, നമുക്ക് ആരും കാണാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക്. പക്ഷെ എന്താ പറയുക, ഞാൻ പറഞ്ഞേ ആ ഒരു വൈകിയതാണ് ആ ഒരു ഇത് വന്നത്. ലിംഫ് നോഡ്സ് കയറിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കയറിപ്പോയി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്കറിയാം അത് കയറി, ഇനിയിപ്പോ അത് ട്രാവൽ ചെയ്യും. അത് ട്രാവൽ ചെയ്തോണ്ടാണല്ലോ ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം അശൻ കയറി പിടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ പുള്ളി എന്താ വെച്ചാൽ ചേട്ടാ ചേച്ചി നമ്മൾ ഈ സൈഡ്. ഈ ആർട്ടിക്കിൾ മനോരമയിൽ എഴുതുന്നതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം പിന്നെ അത്യാവശ്യം സംസാരിക്കാനുള്ള സ്പേസിൽ വന്നു തുടങ്ങി. നിങ്ങളുടെ വർത്തമാനം കൊള്ളാന്നുള്ളത് കൊണ്ട് ആൾക്കാർ ഇത് കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാനൊരു ആത്മവിശ്വാസം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ എങ്കിലും ചില നെഗറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു പോകണം? നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്വന്തം ആരായിരുന്നു നമുക്ക് ചുറ്റുമുള്ളത് എന്ന് പറയും. അപ്പോൾ മെയിൻലി നെഗറ്റീവ് കമൻസ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിൽ നെഗറ്റീവ് കമന്റ്സ് വരലുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ പൃഥ്വിരാജായിട്ടുള്ള വീഡിയോസ് കുറെ അതങ്ങനെ പോയിട്ടും അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും വന്നിട്ടില്ല. പക്ഷെ ഏതോ ഒരെണ്ണത്തിൽ അതിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഷെയർ ചെയ്ത് പോയപ്പോൾ ഏതോ ഒരെണ്ണത്തിൽ ഇങ്ങനെ കണ്ടു, എന്നിട്ടും ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു ഇത് കണ്ടു. ഞാൻ മറുപടി കൊടുത്തില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ഇതല്ല. എന്ന് വെച്ചാൽ ഞാൻ കീമോയ്ക്ക് പോയപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട ആളാണ്. അത് എൻ്റെ അഹങ്കാരമല്ല, ഒന്നുമല്ല. അത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ നമ്മുടെ എന്താ പറയുക ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചിങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസ് സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു എൻ്റെ ഡിഫറെൻ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് എന്നെ കണ്ട എനിക്ക് പോലും തിരിച്ചറിയില്ലായിരുന്നു. എനിക്ക് ഐബ്രോസ് ഇല്ല, ഐലാഷസ് ഇല്ല, ഹെയർ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയതാണ്. പിന്നെ ഞാനത് ഓവർകം ചെയ്തെടുക്കാൻ ഒരുപാട് ഇതിട്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്പോൾ അത് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം ആ ഒരു കമൻറ്റിൽ ഇത് പറഞ്ഞു. അപ്പോൾ അത് പറയാറുണ്ട്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം ഇത്രയും വയ്യാണ്ടിരുന്നിട്ട് ഇയാൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നൂടെ, എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന, എന്തിനാ പെൺകുട്ടികളുള്ളതല്ലേ അവർക്ക് കല്യാണം, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അസുഖം ഉണ്ടോ, അത് സിമ്പതി കിട്ടാനാണോ, ഇവർക്കാണോ അസുഖം, അങ്ങനെ ലൈക്ക്. പിന്നെ മെയിൻലി എനിക്ക് ബോഡി ഷേമിങ് നല്ല രീതിയിൽ. കാരണം എനിക്കിതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീരോയിഡ്സ് ഒരു 12 ആഴ്ച കണ്ടിന്യൂസ് കുത്തിയിട്ടായിരുന്നു. എനിക്ക് വീക്കിലി കീമോ ആയിരുന്നു. നമുക്കിവിടെ മന്ത്ലി അല്ലേ, അവിടെ ബാംഗ്ലൂർ എനിക്ക് വീക്കിലി ഒരു 12 മൊത്തം 16 കീമോ ഉണ്ടായിരുന്നു. അതിലൊരു 12 വീക്കിലി പോയി. അപ്പം നമ്മുടെ ബോഡി പിക്കപ്പ് ആയിട്ടിരിക്കാനും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കീമോ ചെയ്യാൻ പറ്റില്ല, ആ ഒരു കണ്ടീഷനായിരുന്നു. അപ്പം 12 ആഴ്ചയും അവർ നമ്മളെ ഇൻജെക്ട് ചെയ്ത് സ്റ്റീരോയിഡ്സ് ഇൻജെക്ട് ചെയ്ത് അതിൽ എനിക്ക് 2 സൈഡ് എഫക്റ്റ് വന്നത്. ഒന്ന്
ഈ വെയിറ്റ് ഗെയിൻ വന്നു, സുഖമായിട്ട് 25 കിലോയ്ക്ക് മേലെ കൂടിയിട്ടുണ്ട്. 25 അത് ദൈവസാഹചര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ കൈ ഈവൻ എനിക്ക് കുത്താൻ പോലും പറ്റില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് മെഡിസിൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറയ്ക്കാൻ വലിയ പാടാണ്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും ഞാൻ ഓറൽ കീമോ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു, ഈ കുട്ടിക്ക് ശരിക്കും ക്യാൻസർ ഉണ്ട്, ഇവരെന്തെങ്കിലും തടിച്ചിരിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിയേർഡായിട്ടുള്ള കുറേ ഇങ്ങനെ അവരെയൊക്കെ വിചാരം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് തളർന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല നമുക്ക് രോഗി എന്ന് പറയുമ്പോൾ. അതിൽ നിന്നും കുറച്ച് ഇതായിട്ട് നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇതായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇത് ചോദിക്കുന്ന കേൾക്കാം, ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതിലുള്ള പ്രശ്നം പറയുന്ന കേൾക്കാം, ഇങ്ങനെ എന്തിനിങ്ങനെ സംസാരിച്ച് നടക്കുന്നു, ഇതിങ്ങനെ വിളിച്ചു കൂവി നടക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് വിളിച്ചു കൂവി നടക്കുന്നതല്ലല്ലോ, നമുക്ക് പറ്റിയൊരു അബദ്ധം. കാരണം എനിക്കുണ്ടായ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന്. ഇപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ദിവസം മിനിമം ഒരു 5-10 റിക്വസ്റ്റുകൾ വരും. അതിലൊരുപാട് ഈ പറഞ്ഞ പോലെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വന്നിട്ടും അവരും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് ഇത്രയേ ഉള്ളൂ, മാറ്റർ ഓഫ് ടൈം. അതായത് ഞാൻ ഇപ്പോഴും ഒരു ഫോട്ടോ ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പഴയ മുടിയില്ലാത്ത ഫോട്ടോയും അതും വെച്ചിട്ടേ ഞാൻ ഇടാറുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ അത് അങ്ങനത്തെ ഫോട്ടോയൊക്കെ എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ അതല്ലേ മോട്ടിവേഷൻ. എന്നുവെച്ചാല് ഇതായിരുന്നു ഞാൻ, ഇപ്പൊ ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാം എന്ന് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ മോട്ടിവേഷൻ. അല്ലാതെ നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ എന്താ പറയാ കാണാൻ പറ്റാത്ത ഫോട്ടോസ്, നമ്മളിങ്ങനെ മുടിയില്ലാത്ത ഫോട്ടോസ് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഇതാക്കി ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു കുട്ടി, ചേച്ചി എൻ്റെ ജീവൻ രക്ഷിച്ചു ചേച്ചി, അങ്ങനെയൊക്കെ. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതേപോലെ കുറച്ച് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് അത് അവിടെ കിടക്കുക. അതിപ്പോ ഞാൻ പറയട്ടെ, എന്ത് കാര്യമാണെങ്കിലും അതിനെ 2 രീതിയിൽ കാണുന്ന ആൾക്കാര് അല്ലേ. അപ്പോൾ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. ഈ പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവായിട്ടല്ല, എനിക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല. ഞാനത് പാടെ വിട്ടേക്ക്. എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നു, ന്യായമായിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ തെറ്റ് ചെയ്യാണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അത് അറിയേണ്ടതുണ്ട്. എവിടെ മുതലാണ് നമ്മൾ ഇതിങ്ങനെ സംസാരിച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചോദിക്കാം. അതിന് മുമ്പ് ഈ മുടി മുറിക്കുന്ന സമയത്താണ് ഭയങ്കര സങ്കടം തോന്നുന്നത്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും നമ്മൾ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പം ഭയങ്കര സങ്കടം തോന്നിയെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ അത് എങ്ങനെയാ നോക്കിക്കാണേണ്ടതെന്ന് എനിക്കറിയില്ല. മാഷൊരു ആണല്ലേ, ഞാനൊരു പെണ്ണാണ്. നിങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ ഡാൻസർ ആയിരുന്നതിന്റെ കൂടെ ഉണ്ട് എന്നുവെച്ചാല് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നതാണ്. അത് വെച്ചാല് പെണ്ണുങ്ങളുടെ ഒരു ഇതാണ് മുടി. അത് അപ്പൊ നമ്മള് അത്ര ഒരു മുടി കുറച്ചിങ്ങനെ വളർന്ന് വരണമെങ്കിൽ ഇതുണ്ടാവല്ലോ. അപ്പൊ നമ്മളത് അത്ര എഫേർട്ട് കൊടുത്തു, ഉള്ള കണ്ട എണ്ണയൊക്കെ വാരി തേച്ച് ഉള്ള കണ്ട് സ്പായിലൊക്കെ പോയി അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് മുറിച്ച് മാറ്റുന്ന ആ കംപ്ലീറ്റ് ഇങ്ങനെ പോവാണല്ലോ. അപ്പൊ അതിന് ആ ഒരു ഇൻസിഡന്റ് അതെ, അത് മാത്രല്ല. പക്ഷെ അതിന് മുമ്പ് എന്നുവെച്ചാൽ അത് ആ ഒരു ഇൻസിഡന്റ് മാത്രല്ല, അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഡോക്ടർ പറഞ്ഞിരുന്നു, കോൺസിക്വൻസ് പറഞ്ഞിരുന്നു കീമോയുടെ. പക്ഷെ ഞാൻ 15 ദിവസം തന്നെ എന്നോട് പറഞ്ഞു, ലക്ഷ്മി 15 ദിവസം ആകുമ്പോൾ ഇങ്ങനെ മുടി പോയി തുടങ്ങും, നീ പേടിക്കേണ്ട, ടെൻഷൻ ആവേണ്ട, അതൊക്കെ തിരിച്ചു വരുമെന്ന് പറയും. അപ്പൊ ഞാൻ ഓരോ ദിവസം വലിച്ചു നോക്കും. Day 1 വലിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. Day 2 വലിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. 5-6 ദിവസം വലിച്ചു നോക്കിയാൽ പറയാം, ഡോക്ടറിന് തെറ്റ് പറ്റിയതാ, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ മുടി ഇതുവരെ പോലെ. 10 ദിവസമായപ്പോൾ ഞാൻ പറയും സേഫ് സോണാ, ഇനി മുടി പോവില്ല. 14-ാം ദിവസം കിടന്ന് ഉറങ്ങാണ്. 15-ാം ദിവസം എണീറ്റ് കഴിഞ്ഞപ്പോ പില്ലോയില് ഈ നമ്മള് വിഗൊക്കെ വെച്ചിട്ട് പോയില്ലേ, അതുപോലെ ഒരു പാട്ട് മൊത്തം പില്ലോയിലുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഷോക്കാവണത്. ഷോക്കായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ നമ്മൾ തല തോർത്തുമ്പോഴും ചുമ്മാ പിടിച്ചാലൊക്കെ ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുറി മൊത്തം മുടി. അപ്പൊ ഇതെന്ന് വെച്ചാൽ മുടി മുറിച്ചതിനെക്കാട്ട് നമ്മുടെ രൂപം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ മുടി മുഴുവനായിട്ട് പോവില്ല. ആളെ ഫുൾ മൊട്ടയായിട്ടുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്ത ഒരാളാണ്. ഞാൻ അതിന് ശേഷം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം 4 പ്രാവശ്യം ഷേവ് ചെയ്ത ആളാണ്. കാരണം അതിൻ്റെ ഒരു കംഫർട്ട് സോൺ. ഇതങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ ഈ മുടി അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കൈൻഡ് ഓഫ് ഒരു വല്ലാത്തൊരു അപ്പിയറൻസ്. അപ്പോഴേക്കും നമ്മുടെ ഐബ്രോസ് പോയിട്ടുണ്ടാവും, ഐലാഷസ് പോയിട്ടുണ്ടാവും. ഇതൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. കൂടുതൽ ഈ മുടി അവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പൊ തന്നെ നമ്മളൊന്ന് തകർന്നു, കാരണം നമുക്ക് കണ്ണാടി നോക്കാൻ പറ്റില്ല. ഉം. അപ്പോഴത്തെ എന്താ വെച്ചാൽ ആ ഒരു മെഡിസിന്റെ ഇതും എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ലുക്ക് വൈസും ഇതായിരുന്നു. അപ്പോൾ എനിക്ക് വെച്ചാൽ ഒരു 4 ട്യൂബ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ട്യൂബിന്റെ അറ്റത്തൊരു കണ്ടെയ്നർ ഉണ്ട്. അപ്പം അതിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ് ഒക്കെ അവർ കളക്ട് ചെയ്ത് അതൊരു 1 മാസത്തിന് മേലെ വെക്കും. അപ്പം നമ്മൾ എവിടെ പോയാലും ഈ 4 ട്യൂബ് അതിൻ്റെ അറ്റത്ത് ആ ഒരു കണ്ടെയ്നർ അതൊക്കെ കൂടെ പോണേ. അതാണ് ഒരു കറക്റ്റ് ആ ഒരു ക്യാൻസർ രോഗിയുടെ അവസ്ഥയിലേക്ക് വരും. അതായത് ഈ എല്ലക്കുന്തി ആകെ ശുഷ്കിച്ച് സ്കിന്നൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചുളുങ്ങി. ആ ഒരു കീമോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആസിഡ് കയറി ഇറങ്ങുന്ന ആ ഒരു ഇതുപോലെയാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുങ്ങി ആകെ ഒരു വികൃതമായ ഒരു കോലായി പോകും. എന്നുവെച്ചാൽ പെട്ടെന്നുണ്ട് ഒരു 15 ദിവസം കൊണ്ടാണ് കീമോ തുടങ്ങിയതിന് 15 ദിവസം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് 10 ദിവസം ഞാൻ സേഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് ഒന്നുമില്ല പെട്ടെന്ന് ആ ഒരു രാത്രി കൊണ്ട് വേണമായിരുന്നു ഞാനത് ഓവർകം ചെയ്യാൻ. എനിക്കും അറിയില്ല ഞാൻ എണീക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ അത് കാണുമ്പോഴത്തെ നമ്മളെ പെട്ടെന്നുണ്ടാവും നമുക്കൊരു ഷോക്കില്ലേ. ആ ഷോക്കിലാണ് നമ്മൾ പോയിട്ട് പാർലറിൽ പോയിരുന്നിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, കാരണം അവിടെ ഇവിടെ മുടി ഉണ്ടാച്ചാലും അതിങ്ങനെ ഫോളിക്കൽ പെയിൻ ഉണ്ടാവും നമുക്ക് ഇത് ചെയ്യുമ്പോൾ, നീ ഷേവ് ചെയ്ത് കളഞ്ഞോളൂ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഒരു ദിവസം രാവിലെ ബാംഗ്ലൂർ ഇങ്ങനെ ഇത് കളയാം, ആരും ഉണ്ടാവില്ലല്ലോ രാവിലെ വിചാരിച്ച് ഇങ്ങനെ പോയിക്കുക. അപ്പൊ ഈ ആൾക്കാരുടെ നോട്ടം ഉണ്ടല്ലോ, സഹതാപാണോ ഇതാണോ. ഞാനിങ്ങനെ നിൽക്കുമ്പോ മാഷിനെ കാണുന്ന പോലെ മിററാണ് അവിടെ, ഞാൻ എന്നെ കണ്ടോണ്ടിരിക്കുക. അപ്പോ എന്റെ വീട്ടിലുള്ള കണ്ണാടികളൊക്കെ എടുത്ത് മാറ്റി, എന്നെ കാണണ്ട ഇതാക്കി ഞാൻ നോക്കാറുമില്ലേ. പക്ഷെ അവിടെ പോകുമ്പോ പാർലറിന്നൊക്കെ പറഞ്ഞൊരു സൈഡ് മൊത്തം കണ്ണാടി ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് എന്നെ കണ്ടപ്പോ എനിക്ക് അവിടെ ഉണ്ടായ ഒരു എനിക്കറിയില്ല അത് എന്താ എനിക്ക് സംഭവിച്ചെന്നല്ലേ. ഞാൻ അത്യാവശ്യം ബോൾഡാണ്, പക്ഷെ ആ എന്റെ രൂപം കണ്ടപ്പോ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു പേടിയാണോ എനിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല, പേടി സങ്കടം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, അവിടുന്ന് എല്ലാവരും നോക്കുന്നുണ്ട്, കണ്ടറിയാൻ പറ്റും. അപ്പൊ ഈ കോലം ഇതിങ്ങനെ ഇതെല്ലാം ഇതാക്കിക്കൊണ്ട് മുടി കൂടെ കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിടിവിട്ട് പോയത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ എണീറ്റ് പോയിട്ട് ഡോക്ടറിനോട് വർത്താനം പറഞ്ഞ കൂട്ടത്തില്ല. അന്ന് എന്റെ ഡോക്ടർ എഴുതി വെച്ചതാ ഞാൻ ഓട്ടീസം ഉള്ള കുട്ടിയാന്ന്. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തി കഴിഞ്ഞപ്പോ നമ്മള് ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കാണും. നമ്മൾ സിനിമയെ കാണുന്ന ഒരു പച്ച കളറ് ഒരു ഇതൊക്കെ ചെറിയ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ മേലെ ലൈറ്റ് ഒക്കെ. ഞാൻ നോക്കുമ്പോ ഞാൻ ചെല്ലുമ്പോ ഒരു വലിയൊരു ഹാളാ എന്റെ ഹോസ്പിറ്റലിൽ നടുക്കായിട്ടൊരു ഇത് കണ്ടു. അപ്പൊ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി. പിന്നെ അതിന് മുമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ സ്കൂളിൽ പോകണ പോലെ ഇങ്ങനെ മുടിയൊക്കെ രണ്ടായിട്ട് പിന്നി ഇതൊക്കെ ഇട്ട്, അപ്പൊ സത്യം പറഞ്ഞ പേടിച്ച് കിളിപോയതാണോ എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് കാണുമ്പോ ഒരു സൈഡ് മൊത്തം ആ റോഡും ഒക്കെ കാണാം. അപ്പൊ എന്റെ മനസ്സിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ അതല്ല. ഞാൻ പോലെ മാഷിന് ഇവിടെ വന്ന അതേ സംഭവം. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്കൊരു ഇതല്ല ഇവിടെ വന്നപ്പോ എനിക്ക് ഷോക്കായെങ്കിൽ അവിടെ വന്നപ്പോ എനിക്ക് സന്തോഷമായി. കാരണം ഞാന് ഡോക്ടറെ പിടിച്ച് കിടത്തിയിട്ട് മെയിൻ ഡോക്ടർ ശ്രീനാഥ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അന്നെന്റെ പുള്ളിക്ക് ഒരു 75 years നല്ല ഇത്രയും ഇതായിട്ട്. അപ്പോഴാണ് എൻ്റെ ഡോക്ടർ വരുന്നത്. മലയാളികളാണ്, അപ്പൊ നമ്മൾ സ്നേഹം കാണിക്കണല്ലോ. ഞാൻ പെട്ടെന്ന് എണീറ്റ് ഡോക്ടറിനോട് സംസാരിക്കാൻ പോയി. അപ്പൊ ഈ എൻ്റെ മെയിൻ ഡോക്ടർ അവിടെ മാറി നിൽക്കുന്നുണ്ട്, ശ്രീനാഥ് ഡോക്ടർ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ വേഗം ലക്ഷ്മി കിടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കിടത്തി. അപ്പൊ അനസ്തേഷ്യ തരുന്ന ഡോക്ടർ എന്നോട് പറയുന്നുണ്ട് ലക്ഷ്മി കിടക്ക്, ഡോക്ടറിന് അടുത്ത കേസ് ഉള്ളതാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കിടന്നു. ആദ്യം ഒരു പഫ് എടുത്തു, പോയില്ല. രണ്ടാമത് പഫ് എടുത്ത് ബോധം പോയില്ല. അടുത്ത് ഡോക്ടറിനോട് അനസ്തേഷ്യ ലക്ഷ്മി അത് എടുക്കൂ, സമയം പോണെന്ന്. ഞാനങ്ങ് ആഞ്ഞു വലിച്ചു. സർജറി കഴിഞ്ഞ് വരേണ്ട ഓർമ്മ എനിക്ക് വന്ന പിറ്റേ ദിവസം ഉച്ചയ്ക്ക്. അപ്പൊ അന്ന് എന്റെ ഈ ഇതും ഈ പ്രവൃത്തിയൊക്കെ കൊണ്ടായിരിക്കാം ഡോക്ടർ വിചാരിച്ചു ഓട്ടിസം ഉള്ളതാന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ എല്ലാരും ഭയങ്കര ഈ കുട്ടികളൊക്കെ കളിപ്പിക്കില്ലേ. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ മലയാളികളോടൊക്കെ പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരിക്കും സംഭവം എന്ന് പറഞ്ഞാൽ കുറെ നാൾ അങ്ങനെ ഓടി. അത് കഴിഞ്ഞ ഒരു ദിവസം എന്താ പറഞ്ഞപ്പോ ഡോക്ടർ തന്നെ എന്നോട് ആ നഗ്ന സത്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു നിനക്ക് ഓട്ടിസം ആയിരിക്കും വിചാരിച്ചു. ആരെങ്കിലും ക്യാൻസർ വന്ന് സർജറിക്ക് കിടക്കുമ്പോ എണീറ്റ് നിന്ന് ഇതേപോലെ സംസാരിക്കുന്ന ഒരാളെ എന്റെ ജീവിതം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ കാണുക. അത് എന്റെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അമ്മ സത്യമായിട്ട് എനിക്ക് ഓട്ടിസം ഇല്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്.